എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാഷണൽ സർവീസ് സ്കീമിൻ്റെ 2025 പുതിയ ബാച്ചിലേക്കുള്ള സെലക്ഷൻ ഇപ്പോൾ വിവിധങ്ങളായിട്ടുള്ള സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നാഷണൽ സർവീസ് സ്കീമിലേക്ക് പുതിയതായി ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുപോലുള്ള കൂടുതൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള അറിവുകൾക്കും വാർത്തകൾക്കും ക്യൂസ് വീഡിയോകൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത് NSSൻ്റെ ഇൻ്റർവ്യൂവിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ വീഡിയോയിൽ പറയുന്ന ഓരോ ടിപ്സും നിങ്ങൾ കൃത്യമായി എടുത്ത് പരിശീലിച്ച ശേഷം ഇൻ്റർവ്യൂവിന് പോവുക. മിക്ക സ്കൂളുകളിലും കോളേജുകളിലും NSSലേക്ക് അഡ്മിഷനായിട്ട് ഇൻ്റർവ്യൂ ഉണ്ടാവാറുണ്ട്. ചിലയിടങ്ങളിൽ ഇൻ്റർവ്യൂ മാത്രമായിരിക്കും ഉണ്ടാവാറുള്ളത്, ചിലയിടങ്ങളിൽ ഒരു റിട്ടൺ ടെസ്റ്റും പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവാറുണ്ട്. എന്തായിരുന്നാലും NSSന് ഇൻ്റർവ്യൂ ഇല്ലാതെയുള്ള അഡ്മിഷൻ അധികം സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ല. അപ്പോൾ NSSൻ്റെ ഇൻ്റർവ്യൂവിന് നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് NSSൽ താല്പര്യമുണ്ട് എന്ന് ഇൻ്റർവ്യൂ ബോർഡിലുള്ളവരെ മനസ്സിലാക്കിക്കുക എന്നതാണ്. അത് നിങ്ങളുടെ മുന്നിലുള്ള വളരെ വലിയൊരു ടാസ്ക്കാണ്. NSSൻ്റെ ഇൻ്റർവ്യൂവിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് NSSനെ കുറിച്ച് അറിവുണ്ടോ എന്നായിരിക്കില്ല. അതായത് ചെറിയതായിട്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും NSSൻ്റെ ഇൻ്റർവ്യൂവിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ NSS എന്ന് പറയുന്ന പ്രോഗ്രാമിൽ അംഗമാകാൻ താല്പര്യമുണ്ടോ എന്നാണ്. അല്ലാതെ വെറുതെ ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ വരുന്നതെന്നാവും പ്രധാനമായിട്ടും ചെക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് ചോദ്യങ്ങളുണ്ടാവും. എല്ലാ NSSൻ്റെ ഇൻ്റർവ്യൂസിനും മുടങ്ങാതെ ചോദിക്കുന്നൊരു ചോദ്യം കണ്ടിട്ടുള്ളതാണ്, നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തെ സഹായിക്കുന്ന തരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇടപെടാറുണ്ട്, സമൂഹത്തിൽ നിങ്ങൾ ഇടപെടാറുണ്ടോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എല്ലാ NSSൻ്റെ ഇൻ്റർവ്യൂവിനും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ ഈവൻ നിങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ അധികം ഇടപെടാത്ത ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണെങ്കിലും അങ്ങനെ പറയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടാൻ കുറച്ചും കൂടി നല്ലത്. അല്ലാതെ നിങ്ങൾ സമൂഹമായിട്ടൊക്കെ ഇടപെടാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ ഇടപെടാറില്ല, ഞാൻ റൂമിൽ മാത്രം കയറിയിരിക്കുന്ന ഒരാളാണ് എന്ന് പറയരുത്. ഇപ്പം നുണയാണെങ്കിൽ പോലും ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് അഡ്മിഷൻ കിട്ടാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ സമൂഹമായിട്ട് ഇടപെടുന്ന ആളാണ്, നിങ്ങൾക്ക് അത്തരത്തിൽ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നൊക്കെ, അത്ര താല്പര്യം ഇല്ലെങ്കിലും വെറുതെ അങ്ങ് തള്ളിവിടുക. കാരണം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ എല്ലാ NSS ഇൻ്റർവ്യൂവിനും ഞാൻ ഈ ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്ക് ടിപ്സ് പറയുന്നവരെയാണ് കേട്ടോ, ഉത്തരങ്ങളിൽ മണ്ടത്തരം പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ NSSൻ്റെ ഇൻ്റർവ്യൂസിന് സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു ക്ലീഷേ ക്വസ്റ്റ്യനാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് NSSൽ ചേരാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഉടനെ തന്നെ എനിക്ക് ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ NSSൽ ചേരാൻ ഉദ്ദേശിക്കുന്നത് എന്നൊന്നും അങ്ങനെ ആണെങ്കിൽ കുടിച്ചു കയറി പറയാൻ നിൽക്കരുത്. അവിടെ നിങ്ങൾ പ്രധാനമായിട്ടും പറയേണ്ടത്, നിങ്ങൾക്ക് സമൂഹത്തെ സേവിക്കാൻ വളരെയധികം താല്പര്യമുണ്ട്, നിങ്ങൾ ഇത്തരത്തിൽ പാവങ്ങളെ സഹായിക്കാൻ, സ്കൂളിൽ വിവിധങ്ങളായിട്ടുള്ള കമ്മ്യൂണിറ്റി വർക്കുകളിൽ ഏർപ്പെടാൻ ഒക്കെ വളരെയധികം ആഗ്രഹമുള്ള വിദ്യാർത്ഥിയാണ്, അത്തരത്തിൽ താല്പര്യം കൊണ്ടാണ് നിങ്ങൾ NSSൽ ചേരുന്നത് തുടങ്ങിയ മനോഹരമായിട്ടുള്ള സത്യമോ നുണയോ ആയിട്ടുള്ള ഉത്തരങ്ങൾ പറയുക. അല്ലാതെ തീർത്തും NSSുമായി ഒരു ബന്ധമില്ലാതെ വെറുതെ നമ്മുടെ ഭാവി ഉപയോഗത്തിന് വേണ്ടി മാത്രമാണ് ചേർന്നത് എന്നൊന്നും പറഞ്ഞ് വെക്കരുത്. എങ്കിൽ അപ്പോഴേ അവർ തീരുമാനിക്കും ഇവൻ വേണ്ട. കാരണം ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് സെലക്ട് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് ഇതിൽ താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികളെയാണ് എടുക്കുന്നതെങ്കിൽ പലപ്പോഴും NSS ടീമിൻ്റെ വർക്കിങ്, അവരുടെ പ്രവർത്തനങ്ങൾ അത്രത്തോളം മികവുറ്റതാവില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ താല്പര്യമില്ലാത്ത ആളായിട്ടാണ് അതിൽ ജോയിൻ ചെയ്യുന്നതെങ്കിലും NSSൽ ജോയിൻ ചെയ്ത ശേഷം നിങ്ങളുടെ പ്രവൃത്തികൾ അതിനോടൊപ്പം കൊണ്ടുപോവുക. അല്ലാതെ അതിൽ കയറിയിട്ട് മടി പിടിച്ചിരിക്കരുത്. എങ്കിൽ നിങ്ങളെ ചിലപ്പോൾ അതിൽ നിന്ന് പുറത്താക്കാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ആലോചിച്ചു മാത്രം NSSൽ ചേരുക. പിന്നെ നിങ്ങളുടെ പാസ്റ്റ് എന്തായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇൻ്റർവ്യൂവിന് ചെറിയ നുണകൾ പറയുന്നത് കുഴപ്പമില്ല. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. പിന്നെ NSSൻ്റെ ഇൻ്റർവ്യൂവിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ നല്ല വ്യക്തമായ ഭാഷയിൽ, സാധാരണ ഇൻ്റർവ്യൂവിൽ പോലെ തന്നെ വ്യക്തമായ ഭാഷയിൽ നിങ്ങൾ ഉത്തരം പറയുക, കോൺഫിഡൻ്റായി ഉത്തരം പറയുക. അല്ലാതെ വെറുതെ പേടിച്ച് വിക്കിയുള്ള സംസാരം നിങ്ങൾ ഇൻ്റർവ്യൂ ബോർഡിൽ നടത്തരുത്. നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്ന് തെളിയിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്റ്റേജിൽ നിങ്ങളോട് മൈക്ക് തന്നിട്ട് സംസാരിക്കാൻ പറയാൻ നിങ്ങൾക്ക് അതിന് കഴിയും എന്ന് തെളിയിച്ചു കൊടുക്കുക ഇൻ്റർവ്യൂ ബോർഡിലുള്ളവർ. അതായത് നിങ്ങൾ അവരോട് ടെൻഷൻ ഇല്ലാതെ സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് നിങ്ങൾക്ക്
നിങ്ങൾക്ക് നല്ല സ്പീക്കിംഗ് സ്കിൽസ് ഉണ്ട് എന്ന് നിങ്ങൾ ഇൻ്റർവ്യൂ ബോർഡിലുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. കാരണം NSSലെ ഒരു വോളണ്ടിയറിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സ്പീക്കിംഗ് സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഇൻ്റർവ്യൂവിലായിരിക്കും ചെക്ക് ചെയ്യാതെ നിങ്ങൾ അറിയാതെ തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസൊക്കെ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തിട്ട് പോവാം. ഒന്ന് കണ്ണാടിയുടെ മുമ്പ് നിന്നിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ എന്തായിരുന്നാലും NSS ഇൻ്റർവ്യൂവിന് ചോദിക്കും. നിങ്ങൾ എന്തിന് ഇതിൽ ചേരുന്നു, സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് പങ്കെടുക്കാറുണ്ടോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം NSS ഇൻ്റർവ്യൂവിനും കാണും, നിങ്ങൾ പോയിരിക്കുമ്പോഴും കാണും. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് നിങ്ങളെങ്ങനെ കോൺഫിഡൻ്റായി ഉത്തരം പറയുമെന്നൊക്കെ കണ്ണാടിയുടെ മുമ്പ് ഇരുന്നൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ പോവുക. പിന്നെ NSS ഇൻ്റർവ്യൂസിന് ചോദിക്കാറുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പൊതുവേ ഉള്ള ചോദ്യങ്ങളാണ്. NSSുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മിക്ക സ്ഥലങ്ങളിലും റിട്ടേൺ ടെസ്റ്റും കൂടി ഇൻ്റർവ്യൂവിന് മുൻപായിട്ടുണ്ടാകും. അതുകൊണ്ട് ഇൻ്റർവ്യൂവിന് അധികം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാറില്ല. ഈ റിട്ടേൺ ടെസ്റ്റുള്ള മിക്ക സ്ഥലങ്ങളിലും ഇൻ്റർവ്യൂവിന് ഈ NSSുമായി ബന്ധപ്പെട്ട ക്വിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ഇനി റിട്ടേൺ ടെസ്റ്റ് ഇല്ലാതെ ഇൻ്റർവ്യൂ മാത്രമാണെങ്കിൽ ഉറപ്പായിട്ടും അത്തരം ചോദ്യങ്ങളുണ്ടാവും. അത്തരത്തിൽ NSSൻ്റെ റിട്ടേൺ ടെസ്റ്റിനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ NSSുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങിയ 2 വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. ആ 2 വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും കൂടെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. ഇത് കഴിഞ്ഞിട്ട് കണ്ടാലും മതിയാവും. സോ ഇത്രയും കാര്യങ്ങളാണ് NSSൻ്റെ ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടാനായി ബേസിക്കായിട്ട് പറഞ്ഞു തരാൻ കഴിയുന്ന കാര്യങ്ങൾ. ഒരു ചെറിയ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളായിരിക്കും നമുക്ക് പറഞ്ഞു തരാൻ കഴിയുക. ഇനി ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റിനൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ NSSനെ കുറിച്ച് പൂർണ്ണമായിട്ടും അറിഞ്ഞിരിക്കുക, ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുക, എന്നിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം പോവുക എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ ഇൻ്റർവ്യൂവിനൊക്കെ നുണ പറഞ്ഞ് ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ജോയിൻ ചെയ്താൽ നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. കഴിഞ്ഞ ദിവസം കൂടി ഒരു വിദ്യാർത്ഥി എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, എനിക്ക് NSSുമായി ആ കുട്ടിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയുന്നില്ല. കാരണം ആ കുട്ടി എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്. പക്ഷേ പലപ്പോഴും ഇൻ്റർവ്യൂവിനൊക്കെ നന്നായി പറഞ്ഞ് NSS അഡ്മിഷൻ കിട്ടിയതാണ്. പക്ഷേ ഇപ്പോൾ കമ്മ്യൂണിറ്റി വർക്കിനായിരുന്നാലും അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലാഷ് മോബൊക്കെ പബ്ലിക്കായിട്ട് ഇപ്പോൾ ഡാൻസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിരുന്നാലും ആ കുട്ടിക്ക് കഴിയുന്നില്ല. അപ്പോൾ ഇത് ചേർന്ന ശേഷം ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല, അതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോയാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് മാത്രം ഇതിലേക്ക് പോവുക. നിങ്ങൾക്കത് പറ്റുമെന്ന് ആലോചിച്ച ശേഷം മാത്രം ഈ ഒരു NSSൽ അഡ്മിഷനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് സപ്തദിന ക്യാമ്പ്, 7 ദിവസത്തെ ക്യാമ്പൊക്കെ ഉണ്ടാവും. അതൊക്കെ രസമാണ്. വെറുതെ വീട്ടുകാരെ പിരിഞ്ഞിരിക്കുന്നു എന്നുള്ള ചിന്തയൊന്നും വേണ്ട. എങ്കിലും അതിനൊന്നും ഒട്ടും കഴിയാത്തവരാണെങ്കിൽ ഇത് ചേരാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് NSS ഇൻ്റർവ്യൂമായി അതിൽ സെലക്ഷൻ കിട്ടാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എനിക്ക് നൽകുന്ന ടിപ്സ്. ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം, നിങ്ങൾ സോഷ്യലി നല്ല ആക്റ്റീവായിട്ടുള്ള ആളാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. നിങ്ങൾ ഇതിൽ ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ടല്ല വന്നതെന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തുക. നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസ്, പിന്നെ നിങ്ങൾക്ക് ഇടപഴകാനുള്ള കഴിവൊക്കെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. പിന്നെ NSSുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ കഴിയുക. അത് നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള 2 വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള എല്ലാം തന്നെ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇനിയിപ്പോൾ NSSുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.